ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദി ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന പാക് ക്രിക്കറ്റ് താരം അഫ്രീദിയെ സ്വീകരിച്ചവർ മലയാളികളെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തിയെന്ന് നടൻ സന്തോഷ് പണ്ഡിറ്റ്. ഇന്ത്യക്കെതിരെ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ എല്ലായിടത്തും റാലി നടത്തി വിജയാഘോഷം നടത്തിയവനാണ് ഈ അഫ്രീദി. അവനെ ഒരിക്കലും അങ്ങോട്ട് ക്ഷണിക്കരുതായിരുന്നു. ഇനി ക്ഷണിക്കാതെ വന്നതാണെങ്കിൽ ഇറക്കി വിടണമായിരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ത്യ വിരുദ്ധരായ ഈ തീവ്രവാദ അനുകൂലികൾ കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളും നാണം കെട്ടിരിക്കുകയാണ്. എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ രാജ്യദ്രോഹികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യക്കാരൻ എന്ന ദേശീയ വികാരം ഉൾക്കൊണ്ട് അഭിമാനത്തോടെ മാന്യമായും ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അപമാനമാണ് ഇവർ എന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ മലയാളി നാണം കെട്ടു. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരവും കടുത്ത ഇന്ത്യ വിരുദ്ധനും തീവ്രവാദികളുടെ ഉറ്റ തോഴനുമായ ഷാഹിദ് അഫ്രീദിയെ ദുബായിലെ മലയാളി കൂട്ടായ്മ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ കൊണ്ടുവന്ന് വൻ സ്വീകരണം ഒരുക്കിയത് ഒട്ടും ശരിയായില്ല. അപലപിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദി ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന അഫ്രീദി എന്ന കടുത്ത ഇന്ത്യൻ വിരുദ്ധനായ വ്യക്തിയെ നേരിട്ട് പോയി സ്വീകരിച്ച് വേദിയിൽ കയറ്റി ബൂം ബൂം അഫ്രീദി എന്ന് ആരവവും ആർപ്പുവിളിയും നടത്തി. എല്ലാവരും ഹസ്തദാനം നടത്തി. പ്രസംഗിക്കാൻ മൈക്കും നൽകി. കേരളം തനിക്ക് പാകിസ്ഥാൻ പോലെയാണെന്ന് അങ്ങേര് ഡയലോഗും അടിച്ചുപോയി. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ പ്രകീർത്തിക്കുകയും കൊല്ലപ്പെട്ടവരെ അവഹേളിക്കുകയും ചെയ്ത അഫ്രീദി ഭീകരവാദികളെ പച്ചപ്പരവതാനി വിരിച്ചു. ഇന്ത്യക്കെതിരെ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ എല്ലായിടത്തും റാലി നടത്തി വിജയാഘോഷം നടത്തിയവനാണ് ഈ അഫ്രീദി. അവനെ ഒരിക്കലും ഇങ്ങോട്ട് ക്ഷണിക്കരുതായിരുന്നു. ഇനി ക്ഷണിക്കാതെ വന്നതാണെങ്കിൽ ഇറക്കി വിടണമായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ ഉടനെ പാകിസ്ഥാൻ മീഡിയ ശരിക്കും ആഘോഷിച്ചു. അവരുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധിച്ചാൽ മതി. ഇന്ത്യൻ സമൂഹം പാക്കിനൊപ്പം, അഫ്രീദിക്ക് സ്വീകരണം നൽകി. യുദ്ധസമയത്തും പല ഇന്ത്യക്കാരുടെയും മനസ്സ് പാകിസ്ഥാൻ ഒപ്പം എന്നൊക്കെയായിരുന്നു. ഇന്ത്യ വിരുദ്ധരായ ഈ തീവ്രവാദ അനുകൂലികൾ കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളും നാണം കെട്ടിരിക്കുകയാണ്. എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ രാജ്യദ്രോഹികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യക്കാരൻ എന്ന ദേശീയ വികാരം ഉൾക്കൊണ്ട് അഭിമാനത്തോടെ മാന്യമായും ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അപമാനമാണ് ഇവർ. അതേസമയം അഫ്രീദി എന്ന മതതീവ്രവാദിയേക്കാൾ കൊടും വിഷങ്ങളാണ് ആ പരിപാടിയുടെ സംഘാടകരെന്ന് ജിതിൻ കെ ജേക്കബ്. വലിയ ഗൂഢാലോചന നടത്തി പാകിസ്ഥാനും തീവ്രവാദികൾക്കും വേണ്ടി ഇന്ത്യയെ അപമാനിക്കാൻ മനഃപൂർവ്വം നടത്തിയ പരിപാടിയാണ് ഇതെന്നും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നും ജിതിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഈ കൊടും ക്രിമിനലുകൾക്ക് എന്താണ് പ്രതിഫലമായി ലഭിച്ചത് എന്ന് തൊട്ട് എല്ലാം അന്വേഷിക്കണം. ഇന്ത്യയിൽ കാലുകുത്തിയാൽ എല്ലാത്തിനെയും പിടിച്ച് അകത്തിടണം. ഇവരുടെ തീവ്രവാദ ബന്ധം നാട്ടിൽ വരുമ്പോൾ എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഇവർ പോയിട്ടുണ്ടോ എന്നതടക്കം വിശദമായി അന്വേഷിക്കണമെന്നും ജിതിൻ പറയുന്നു. ജിതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബറുടെ പ്രവൃത്തികളും നീക്കങ്ങളും സംശയാസ്പദമാണെന്ന് ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ദേശീയ അന്വേഷണ ഏജൻസിയെ ടാഗ് ചെയ്ത് 1 വർഷം മുൻപ് പോസ്റ്റ് ഇട്ടിരുന്നു. ആ രാജ്യദ്രോഹിയെ അന്നേ നിരീക്ഷിക്കുകയും പൊക്കുകയും ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് പിന്നീടുണ്ടായ നാണക്കേടും സുരക്ഷാ വീഴ്ചയും ഒഴിവാക്കാമായിരുന്നു. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരവും കടുത്ത ഇന്ത്യൻ വിരുദ്ധനും മതതീവ്രവാദിയുമായ അഫ്രീദിക്ക് ദുബായിലെ മലയാളി കൂട്ടായ്മ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വൻ സ്വീകരണം ഒരുക്കിയത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവരുടെ വിശദീകരണം കൂടി പുറത്തു വന്നതോടെ. വലിയ ഗൂഢാലോചന നടത്തി പാകിസ്ഥാനും തീവ്രവാദികൾക്കും വേണ്ടി ഇന്ത്യയെ അപമാനിക്കാൻ മനഃപൂർവ്വം നടത്തിയ പരിപാടിയാണ് ഇതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദി ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന അഫ്രീദി എന്ന കടുത്ത ഇന്ത്യൻ വിരുദ്ധനായ മതതീവ്രവാദിയെ നേരിട്ട് പോയി സ്വീകരിച്ച് വേദിയിൽ കയറ്റി ബൂം ബൂം അഫ്രീദി എന്ന ആരവവും ആർപ്പുവിളിയും നടത്തി. എല്ലാവരും ഹസ്തദാനം നടത്തി. പ്രസംഗിക്കാൻ മൈക്കും നൽകി. തീവ്രവാദിയുടെ പ്രസംഗം കേട്ട് കയ്യുമടിച്ച് പറയുക അയാൾ ക്ഷണിക്കപ്പെടാതെ വന്നതാണെന്ന്. അഫ്രീദി എന്ന മതതീവ്രവാദിയേക്കാൾ കൊടും വിഷങ്ങളാണ് ഈ പരിപാടിയുടെ സംഘാടകർ എന്ന് പറയേണ്ടി വരും. ഇവർ നടത്തിയ വിശദീകരണമാണ് ഇവരെ കൂടുതൽ തുറന്നുകാട്ടിയത്. ആ പരിപാടി പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിരുന്നു എന്നത് മനസ്സിലാക്കാൻ പരിപാടി നടന്ന ആ നിമിഷം തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധിച്ചാൽ മതി. ഇന്ത്യൻ സമൂഹം അഫ്രീദിക്ക് സ്വീകരണം നൽകി എന്നായിരുന്നു ആ വാർത്ത. രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഈ കൊടും ക്രിമിനലുകൾക്ക് എന്താണ് പ്രതിഫലമായി ലഭിച്ചത് എന്നത് തൊട്ട് എല്ലാം അന്വേഷിക്കണം. ഇന്ത്യയിൽ കാലുകുത്തിയാൽ എല്ലാത്തിനെയും അടിച്ച് അകത്തിടണം.
ഇവരുടെ തീവ്രവാദ ബന്ധം നാട്ടിൽ വരുമ്പോൾ എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഇവർ പോയിട്ടുണ്ടോ എന്നതടക്കം വിശദമായി അന്വേഷിക്കണം. മതമൗലികവാദികൾക്കൊപ്പം ചേർന്ന് പണത്തിനു വേണ്ടി ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന ജ്യോതി മൽഹോത്രയെ പോലുള്ള രാജ്യദ്രോഹികളുടെ മലയാളി പതിപ്പാണോ ഇവർ എന്നത് അന്വേഷിക്കുക തന്നെ വേണം. ഇന്ത്യ വിരുദ്ധരായ ഈ തീവ്രവാദ അനുകൂലികൾ കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളും നാണം കെട്ടിരിക്കുകയാണ്. എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ രാജ്യദ്രോഹികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യക്കാരൻ എന്ന ദേശീയ വികാരം ഉൾക്കൊണ്ട് അഭിമാനത്തോടെ മാന്യമായും ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അപമാനമാണ് ഈ ക്രിമിനലുകൾ. സുരക്ഷാ ഏജൻസികൾ എന്ത് നടപടി എടുക്കുന്നു എന്നതിലുപരി ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ പൊതുസമൂഹത്തിന് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത്തരം രാജ്യദ്രോഹികളെ തുറന്നു കാട്ടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യണം. അത് ലോകത്തിനു മുന്നിൽ തുറന്നു പറയണം. പൗരന്മാർ എന്ന നിലയിൽ അത് നമ്മുടെ കടമയാണ് എന്നത് മറക്കരുത്. അഫ്രീദിയും ഉമ്മർ ഗുലും ക്ഷണിക്കാതെയാണ് പരിപാടിക്ക് എത്തിയതെന്ന് കുസാറ്റ് വീക്കട്ട് അലുമിനി അസോസിയേഷൻ വിശദീകരിക്കുമ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരമില്ല. ദി പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ എങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ചുവെന്ന ചോദ്യത്തിനാണ് ഉത്തരമില്ലാത്തത്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഹാളിൽ സാധാരണ ഇന്ത്യൻ പരിപാടികൾക്ക് അനുമതി നൽകാറില്ല. പഹൽഗാം വിഷയത്തിന് ശേഷം ഇരു രാജ്യങ്ങളും നയതന്ത്ര നിലപാടുകൾ കടുപ്പിച്ചു. ഇതിനിടയിലും എന്തുകൊണ്ടാണ് ഈ ഹാളിൽ പരിപാടി നടന്നതെന്നും ഉയരുന്ന ചോദ്യം. അഫ്രീദിയും ഗുലും ക്ഷണിക്കാതെ വന്നവരെങ്കിലും അപ്രതീക്ഷിതമായി വേദിയിലെത്തിയ ഇരുവരെയും ആ സമയം ഇറക്കിവിടാൻ കഴിഞ്ഞില്ലെന്നും സംഘാടനത്തിൽ സംഭവിച്ച പിഴവിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിപാടി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇരുവരും വേദിയിലേക്ക് വന്നതെന്നും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വിശദീകരണക്കുറിപ്പിൽ അസോസിയേഷൻ വ്യക്തമാക്കി. ഖുബ്ബയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയതോടെയാണ് ഈ വിശദീകരണം നടത്തിയത്. കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ വെച്ച് നടത്തിയ ഓർമ്മച്ചുവടുകൾ എന്ന നൃത്ത പരിപാടിയിൽ അഫ്രീദിയും ഉമ്മർ ഗുലും പങ്കെടുക്കുകയും വേദിയിലെത്തി ഡാൻസ് കളിക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് വിമർശനത്തിന് കാരണമായിരുന്നു. അഫ്രീദിയെ വേദിയിൽ കണ്ടതോടെ ബൂം ബൂം എന്ന് ആർത്തുവിളിച്ച കാണികളോട് ഇപ്പോൾ ബൂം ബൂം ആയില്ലേ എന്ന് അഫ്രീദി തിരിച്ചു ചോദിക്കുന്നതും വീഡിയോയിലുണ്ട്. പാകിസ്ഥാനാണ് ഈ വീഡിയോ വൈറലാക്കിയത്. ഇതോടെയാണ് ഖുബ്ബയുടെ പരിപാടി പൊതുസമൂഹത്തിൽ എത്തിയത്. അഫ്രീദിയെ മലയാളികൾ ആദരിച്ചു വന്ന തരത്തിലായിരുന്നു പാകിസ്ഥാന്റെ പ്രചരണം. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് അഫ്രീദിയും ഉമ്മർ ഗുലും കുസാറ്റിൽ പരിപാടി നടന്ന മെയ് 25-ന് അതേ വേദിയിലെത്തിയതെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ നിയന്ത്രണമുള്ളിടത്ത് കുസാറ്റിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നതെന്ന ചോദ്യം പ്രസക്തമാണ്. പാകിസ്ഥാനിൽ നിന്നും നിർമ്മാണ കരാർ സ്വന്തമാക്കാനുള്ള ചിലരുടെ കുബുദ്ധി ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന. ഇന്ത്യയിൽ ചാരവൃത്തിക്ക് എന്ത് വൃത്തികേടും പാകിസ്ഥാൻ കാട്ടാറുണ്ട്. നിരവധി പേർ അറസ്റ്റിലുമായി. ഇതിനിടെയാണ് ദുബായിലെ മലയാളി സംഘടനയുടെ പാക് ഹാളിലെ പരിപാടി പുറത്തേക്ക് വരുന്നത്. ഈ ഹാളിലെ ആഘോഷത്തിലെ സംഘടനയുടെ മൗനം കേന്ദ്ര സർക്കാരും ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് അധികൃതർ അവകാശപ്പെടുന്നു. കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി പങ്കെടുത്തതിനെതിരെ ABVP കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിരുന്നു. പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി ഉൾപ്പെടെ ABVP പരാതി നൽകിയതിന് പിന്നാലെയാണ് സർവകലാശാലയുടെ പ്രതികരണം. ഇതോടെ കുസാറ്റിന്റെ പേര് ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും വ്യക്തമാക്കി. കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്ത്യൻ സൈനികർക്കെതിരെ പോലും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ABVP ആവശ്യപ്പെട്ടിട്ടുള്ളത്.